ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് റവ, ആവശ്യത്തിനുള്ള തേങ്ങ, പഞ്ചസാര, ഈ 3 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റവ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര റവ എടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ തേങ്ങ കൂടി ആഡ് ചെയ്യാം. തേങ്ങ നന്നായിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ റവയും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ ഈ സ്നാക്കിന്. നമുക്ക് ഈ ഒരു സ്നാക്ക് എളുപ്പത്തിൽ റെഡിയാക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ച് നമുക്ക് മടുത്തെങ്കിൽ റവ വെച്ചിട്ട് ഈ ഒരു ഐറ്റം നിങ്ങൾ ട്രൈ ചെയ്യൂ കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഈ റവയ്ക്ക് കിട്ടുക. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. പിന്നെ ഇത് മിക്സ് ചെയ്ത് ഒത്തിരി നേരം വെക്കുകയൊന്നും വേണ്ട, നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മിക്സിങ് കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പത്തിൽ കഴിയും. അല്ലെങ്കിലും ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മധുരവും ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിൽ നമുക്ക് കിട്ടുക. അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ പാനിലേക്ക് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ആ മിക്സ് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. പരത്താനൊക്കെ നല്ല എളുപ്പമാണ്, ഈസിയാണ് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അതുപോലെ തന്നെ പാനിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇത് എടുക്കാനും എളുപ്പമാണ്. കണ്ടോ, ഞാൻ എത്ര പെട്ടെന്ന് തന്നെയാണ് ഇത് പാനിലേക്ക് പരത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം തിരിച്ചിട്ടും ഒന്ന് ചൂടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ പകുതി പണിയോടെ കഴിഞ്ഞു. ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എണ്ണയില്ലെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി എണ്ണയൊന്നും വേണ്ട കേട്ടോ. എണ്ണയിലിട്ട് അങ്ങനെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മൊരിയാനായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ 2 ഭാഗവും മറിച്ചിട്ട് നന്നായിട്ട് വേവിക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടിയെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്തായാലും ട്രൈ ചെയ്യൂ കേട്ടോ. അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ കണ്ടോ, റവ കൊണ്ട് ഉപ്പുമാവ് അങ്ങനെ അധികം കഴിക്കില്ല. ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യ്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി സ്നാക്കാണേ.